നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കോഴി പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്കപ്പോൾ അതിനെ ഒന്ന് പെരട്ടിയെടുത്താലോ. 1/2 കിലോ ചിക്കൻ നല്ലോണം ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും കഴിഞ്ഞിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ 1 സ്പൂൺ നാരങ്ങാ നീര്. ഇനി ഇതെല്ലാം നല്ലോണം ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ വെച്ചേക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/4 സ്പൂണോളം പെരുംജീരകം ചേർത്ത് പൊട്ടിക്കുക. പെരുംജീരകം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്തെല്ലാം നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഇത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് തക്കാളി വെന്ത് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ശകലം പോലും വെള്ളം ഒഴിക്കുന്നില്ല. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അടപ്പ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നതാണിത്. വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ്റെ പെരട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത്രയും ചാറ് വേണ്ട. ചിക്കൻ്റെ ചാറെല്ലാം വറ്റിച്ച് ചിക്കനെ നല്ല ഡ്രൈ ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് കുറച്ച് വെള്ളം കൂടെ വറ്റുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടാൽ മതി. വെള്ളമൊക്കെ വറ്റി ചിക്കൻ ഈ ഒരു പരുവാകുമ്പം ഇതിലേക്ക് 2 സ്പൂൺ വറ്റൽ മുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം എരിവ് വേണമെങ്കിൽ ഈ സമയം എരിവിൻ്റെ പാകം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അടുപ്പ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ കുറച്ച് നേരം തുറന്ന് വെച്ച് ഡ്രൈ ആക്കി എടുക്കാം.
ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ പെരണ്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഈ ചിക്കൻ പെരട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.